അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് ഈ ഒരു ആദ്യ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇതിൻ്റെ അവസാന ഭാഗമായിട്ടുള്ള മകാരിമുൽ അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മൻളൂമാണ്. നമുക്ക് ആ പദ്യം ഒന്ന് കേട്ട് നോക്കാം. അസ്സലാമു അലൈക്കും. മകാരിമുൽ അഖ്ലാഖ്. ശർറുൽ മഖാലിൽ കാദിബു ഖൈറുൽ ഖിസാലിൽ ആദബു അൽ ബുഖ്ലുൽ ഗൈബുൻ ഫാളിഹുൻ വൽ ജൂദു സിത്റുൻ സാലിഹുൻ അൽ ഖഖലുൽ ഖാലിൻ ഗാദിലുൻ വൽ ഗുജുബുൽ ദാഉൻ ഖാദിലുൻ الغمر ضيف راحل والمال ظل زائل البر للحب سبب إن البخيل لا يحب طهارة الأخلاق من كرم الأغراق الكذب والنميمة والغدر شر شيمة واخجل إلى الخيرات من هذر الفوات. അപ്പോൾ നിങ്ങൾ പാട്ട് കേട്ടല്ലോ അല്ലേ? നിങ്ങൾ ഇതേപോലെ പാടി പഠിക്കുക. മറ്റ് രീതികളിലും നിങ്ങൾ പാടി നോക്കുക കേട്ടോ. നമുക്കിതിൻ്റെ ആശയം ഒന്ന് മനസ്സിലാക്കാം. മകാരിമുൽ അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവം എന്നാണ്. ഷർറുൽ മഖാലിൽ കെദിബു, സംസാരത്തിൽ ഏറ്റവും മോശമായത് അത് കളവ് പറയലാണ്. ഖൈറുൽ ഖിസാലിൽ അദബു, ഏറ്റവും നല്ല സ്വഭാവം അത് നല്ല അച്ചടക്കമാണ്. അൽ ബുഖ്ലു ഐബുൻ ഫാദിഹുൻ, പിശുക്ക് വൃത്തികെട്ട ഒരു ന്യൂനതയാണ്. വൽ ജൂദു സിത്തുറുൻ സ്വാലിഹുൻ, ദാനശീലം ഒരു നല്ല മറയാണ്. അൽ അഖലു ഖാദിൻ ആദിലുൻ, ബുദ്ധി നീതിമാനായ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ജഡ്ജിയാണ്. വൽ ഉജുബു ദാഉൻ ഖാത്തിലുൻ, അഹങ്കാരം അല്ലെങ്കിൽ പൊങ്ങച്ചം അത് എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒരു രോഗമാണ്. അൽ ഉംറു ളൈഫുൻ റാഹിലുൻ, ആയുസ് അത് യാത്ര ചെയ്യുന്ന ഒരു അതിഥിയാണ്. വൽമാലു ളില്ലുൻ സായിലുൻ, സമ്പത്ത് എന്നത് നീങ്ങിപ്പോകുന്ന ഒരു തണലാണ്. അൽ ബിർറു ലിൽ ഹുബ്ബി സബബ്, പുണ്യം സ്നേഹത്തിനൊരു കാരണമാണ്. ഇന്നൽ ബഖീല ലാ യുഹബ്ബ്, പിശുക്കൻ സ്നേഹിക്കപ്പെടുകയില്ല ഒരിക്കലും. ത്വഹാറത്തുൽ അഖ്ലാഖി, ശുദ്ധ സ്വഭാവം എന്ന് പറയുന്നത് മിൻ കറമിൽ അഗ്റാഖി, മാന്യതയുടെ കുലീനതയിൽപ്പെട്ടതാണ്. അൽ കെദിബു വന്നമീമത്തു വൽ ഗദറു, വഞ്ചനയും കളവും ഏഷണിയും ഷർറു ഷീമത്തിൻ, ചീത്തയായിട്ടുള്ള ഒരു സ്വഭാവമാണ്. വ അജൽ ഇലൽ ഖൈറാത്ത്, അതുകൊണ്ട് നീ നന്മയിലേക്ക് ധൃതി കാണിക്കുക. മിൻ ഹദറിൽ ഫവാത്ത്, നഷ്ടപ്പെടാതിരിക്കാൻ നീ ജാഗ്രത കാണിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് തൊട്ട് അപ്പുറത്തെ പേജിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ. അഖ്താറു, നമുക്ക് തിരഞ്ഞെടുക്കാം. മിനദ്ദാഇറ, വൃത്തത്തിൽ നിന്ന്. മകാരിമുൽ അഖ്ലാഖ്, നല്ല സ്വഭാവങ്ങളെ ആ വൃത്തത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാം എന്നാണ് പറയുന്നത്. അൽ ബുഖൽ, പിശുക്ക്. അൽ കെദിബ്, കളവ്. ബിർറ്, പുണ്യം. സിദ്ഖ്, സത്യം പറയൽ. അൽ ഗദറു, വഞ്ചന. അന്നമീമ, ഏഷണി. അത്വഹാറ, ശുദ്ധി. അൽ ജൂദ്, ദാനധർമ്മം. ഇതിൽ മകാരിമുൽ അഖ്ലാഖിൽ പെടുന്ന കാര്യങ്ങൾ അൽ ജൂദ്, ദാനധർമ്മം. ബിർറ്, പുണ്യം. സിദ്ഖ്, സത്യം പറയൽ. അത്വഹാറ, ശുദ്ധി. ഇതൊക്കെയാണ് മകാരിമുൽ അഖ്ലാഖിൽ പെടുന്നത്. ഓക്കെ. ഇനി നുക്മിൽ അസ്സുതൂറ ബിൽ മുനാസിബ, യോജിച്ചവ ഉപയോഗിച്ച് വരികൾ നമുക്ക് പൂർത്തിയാക്കാമെന്നാണ് പറയുന്നത്. അൽ കെദിബ്, കളവ്. അസ്സിദ്ഖ്, സത്യം പറയൽ. അൽ ഉജ്ബ്, അഹങ്കാരം. അൽ ജൂദ്, ദാനധർമ്മം. ഡേഷ് മിനൽ അഖ്ലാഖിൽ ഹസന, നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ് അസ്സിദ്ഖ്. അസ്സിദ്ഖു മിനൽ അഖ്ലാഖിൽ ഹസന, നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ് സത്യം പറയൽ എന്നുള്ളത്. രണ്ടാമത്തെ ഡേഷ് മിനൽ അഖ്ലാഖി അസ്സയ്യിഅ, ചീത്ത സ്വഭാവത്തിൽപ്പെട്ട ഒന്നാണ് അൽ കെദിബ്, കളവ് പറയുക എന്നുള്ളത്. മൂന്നാമത്തത് ഡേഷ് സിത്തുറുൻ സ്വാലിഹുൻ, ഒരു നല്ല മറയാണ് എന്ത്? അൽ ജൂദ്, ദാനശീലം എന്ന് പറയുന്നത്. അപ്പോൾ അൽ ജൂദു സിത്തുറുൻ സ്വാലിഹുൻ.
നാലാമത്തത് ഡേഷ് ദാ ഉൻ ഖാത്തിലുൻ, അതിന് ചോദിച്ചത് എന്താണ്? അൽ ഉജബ്. അൽ ഉജബ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ദാ ഉൻ ഖാത്തിലുൻ, നശിപ്പിക്കുന്ന ഒരു രോഗമാണ്. നഖ്താറു, നമുക്ക് തിരഞ്ഞെടുക്കാം, മിനൽ മൻദൂമി സത്വറൻ അജബന, നമ്മെ അത്ഭുതപ്പെടുത്തിയ, നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച വരികളെ നമ്മൾ പഠിച്ച പദ്യത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ്. അത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച വരികൾ ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുത്ത് എഴുതുക. നഖറഉ, നമുക്ക് വായിക്കാം, അത്തസ്രീഹാത്ത്, പ്രസ്താവനകളെ. വനക്തഷിഫു, നമുക്ക് കണ്ടെത്താം, മിനൽ മൻദൂമി, പദ്യത്തിൽ നിന്ന്, സുതൂറൻ മുനാസിബത്തൻ ലഹ, ഈ ആശയത്തിന് യോജിക്കുന്ന വരികളെ നമുക്ക് പദ്യത്തിൽ നിന്ന് എന്ത് ചെയ്യാം, കണ്ടെത്താം. കുറച്ച് പ്രസ്താവനകളാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് യോജിക്കുന്ന വരികൾ ഏതാണോ പദ്യത്തിലുള്ളത് അത് നമ്മളോട് എഴുതാനാണ്. ഒന്നാമത് പറയുന്നത് യുഹിബ്ബു അന്നാസ് വൽ ബിർറ, പുണ്യത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. വല യുഹിബ്ബൂനൽ ബുഖല, പിശുക്കിനെ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അതിന് യോജിക്കുന്ന വരി അഞ്ചാമത്തെ വരിയാണ്. അൽ ബിർറു ലിൽ ഹുബ്ബി സബബ് ഇന്നൽ ബഖീല ലാ യുഹബ്. രണ്ടാമത്തെ സാരി ഇലൽ ഖൈറാത്ത് ഖബല ഫവാത്തി വക്തിഹ, സാരി ഇലൽ ഖൈറാത്ത്, നന്മയിലേക്ക് ധൃതിപ്പെടുക, ഖബല ഫവാത്തി വക്തിഹ, സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ്. അതിന് യോജിച്ച വരി ഏറ്റവും അവസാനത്തേതാണ്. വഅജൽ ഇലൽ ഖൈറാത്ത് മിൻ ഹദരിൽ ഫവാത്ത്. മൂന്നാമത്തേത് അൽ ഉംറു കല്ലൈഫി, ആയുസ് എന്ന് പറയുന്നത് അതിഥിയെ പോലെയാണ്. വൽമാലു കല്ലില്ലി, അതേപോലെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു തണലിനെ പോലെയാണ്. യസൂലാനി ദാഇമൻ, ഇത് രണ്ടും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, നീങ്ങി പോകാവുന്നതാണ്. ഇതിന് യോജിച്ച വരി നാലാമത്തേതാണ്. അൽ ഉംറു ളൈഫുൻ റാഹിലുൻ വൽമാലു ളില്ലുൻ സായിലുൻ.